നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് കടന്നാലോ? 3 പാർട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പരിചിതമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഒരുപാടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്റെ കൂടെ പോരുക. ചോദ്യം ഇതാണ്: The picture shows the tangents at 2 points on a circle and the radii through the points of contact. ചിത്രത്തിൽ എന്തുണ്ട്? 2 ടാൻജൻസ് ആൻഡ് റേഡിയസ് ത്രൂ ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. പോയിന്റ് ഓഫ് ടാൻജൻസി അഥവാ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് പ്രൂവ് ദാറ്റ് ദ ടാൻജൻസ് ഹാവ് ദ സെയിം ലെങ്ത്. പ്രൂവ് ദാറ്റ് PA is equal to PB. നമ്മൾ നേരത്തെ ചെയ്ത് പ്രൂവ് ചെയ്ത കാര്യമാണ്. എന്ത്? പ്രൂവ് ദാറ്റ് ടാൻജൻസ്, ലെങ്ത് ഓഫ് ടാൻജൻസ് ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് ടു ദി സെയിം സർക്കിൾ ആർ സെയിം എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. 2 മെത്തേഡിൽ പ്രൂവ് ചെയ്തു. അതിൽ ഒരു മെത്തേഡ് എന്തായിരുന്നു? ഇത് നമ്മൾ ജോയിൻ ചെയ്തിട്ട് PA എന്ന് പറയുന്നത് എന്താ? ലെങ്ത് ഓഫ് ടാൻജന്റ് ആണ്. PB എന്നതും ലെങ്ത് ഓഫ് ടാൻജന്റ് ആണ്. ഇത് റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്. PO എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ടു ദ കോഡ് ആണ്. ഇത് ഉപയോഗിച്ച് നമ്മൾ ഇതാദ്യം 90 ഡിഗ്രി എന്ന് പറഞ്ഞു. കാരണം എന്താ? ലെങ്ത് ഓഫ് ടാൻജന്റ് ആൻഡ് റേഡിയസ് ആർ പെർപെൻഡിക്കുലർ എന്നുള്ള കാര്യം ഉപയോഗിച്ചുകൊണ്ട് ഇത് 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഒരു മെത്തേഡ് പ്രൂവ് ചെയ്ത് എങ്ങനെയാണ്? ഈ 2 ട്രയാങ്കിളും പൈതഗോറസ് തിയറം ഉപയോഗിച്ചുകൊണ്ട് ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിച്ചു. ഈ മുകളിൽ കാണുന്ന ട്രയാങ്കിളിൽ, ഇൻ ട്രയാങ്കിൾ OAP എന്ന് പറയുന്ന ട്രയാങ്കിളിൽ PA ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, ഈ മുകളിൽ കാണുന്ന ട്രയാങ്കിളിൽ പൈതഗോറസ് തിയറം ഉപയോഗിച്ചാൽ PA ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈപ്പോടെന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ഫസ്റ്റ് വൺ. ദെൻ ഇൻ സെക്കൻഡ് ട്രയാങ്കിൾ, ഈ താഴെയുള്ള ട്രയാങ്കിളില്, ഇൻ ട്രയാങ്കിൾ OBP, ഇവിടെ PB ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, PB ഈസ് ഈക്വൽ ടു താഴെയുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിളില് altitude is equal to root of hypotenuse square d square minus base square r square. Equation 1 and 2 are same. Root of d square minus r square, root of d square minus r square. Therefore PA is equal to PB. ഇത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞ കാര്യം കേട്ടോ. അപ്പൊ ഒരു മെത്തേഡ് ഇത് 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസിന്റെ ഓൾട്ടിറ്റ്യൂഡ്സ് കണ്ടുപിടിച്ചാൽ PAയും PBയും ഈക്വൽ എന്ന് പ്രൂവ് ചെയ്യാം. ഇത് നമ്മൾ പഠിച്ച ഒരു രീതി. ഇനി വീണ്ടും പഠിച്ച രണ്ടാമത്തെ രീതി നോക്കിയാണ്. കൺസിഡർ ഏതൊക്കെ? കൺസിഡർ ട്രയാങ്കിൾ OAP ആൻഡ് ട്രയാങ്കിൾ OBP. ഈ 2 ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ ആംഗിൾ A ഈസ് ഈക്വൽ ടു ആംഗിൾ B ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാം. രണ്ടാമത്തത് OA ഈസ് ഈക്വൽ ടു OB. കാരണം എന്താണ്? റേഡിയൈ. Then OP is equal to OP. എന്താണ് റീസൺ? കോമൺ. Therefore എന്തൊക്കെയായി? ഈ 90 എന്ന് പറഞ്ഞാൽ R ആണ്, റൈറ്റ് ആംഗിൾ എന്നുള്ളതിന്റെ R. OA OB എന്ന് പറയുന്നത് സൈഡാണ്. OA OB എന്ന് പറയുന്നത് സൈഡാണ്. OA സൈഡ്. OP OP എന്ന് പറയുന്നത് എന്താണ്? ഹൈപ്പോടെന്യൂസ് ആണ്. അപ്പോ RHS ഉപയോഗിച്ചുകൊണ്ട് ട്രയാങ്കിൾ OAP ഈസ് ഈക്വൽ അല്ലെങ്കിൽ കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ OBP. OAP എന്ന ട്രയാങ്കിളും OBP എന്ന് പറയുന്ന ട്രയാങ്കിളും ഈക്വൽ ആണ്. ഇഫ് 2 triangles are equal, if 2 triangles are equal, corresponding sides are equal, corresponding angles are also equal. അപ്പൊ ഈ 2 ട്രയാങ്കിൾസും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് പറയാം ഈ സൈഡിന് ഈക്വൽ ആണ്, ഈ സൈഡിന് ഈക്വൽ ആണ്, ഇത് കോമൺ ആണ്, ഈ ആംഗിളിന് ഈക്വൽ ആണ്, ഈ ആംഗിളിന് ഈക്വൽ ആണ്, ഈ ആംഗിളിനും ഈക്വൽ ആണ്. നമുക്ക് ആവശ്യമുള്ള മതിട്ടോ. ഇപ്പൊ നമ്മൾ എല്ലാം പറഞ്ഞു തന്നേയുള്ളൂ. നമുക്ക് എന്ത് വേണം? പ്രൂവ് ദാറ്റ് ദ ലൈൻ ജോയിനിങ് ദ സെന്റർ ആൻഡ് ദ പോയിന്റ് വേർ ദ ടാൻജന്റ് മീറ്റ്സ്, ഇത് PO, ബൈസെക്ട് ദ ആംഗിൾ ബിറ്റ്വീൻ ദ റേഡിയൈ. ഈ റേഡിയൈകൾ തമ്മിലുള്ള ആംഗിൾ ഉണ്ടല്ലോ, ഈ വലിയ ആംഗിൾ, അതിനെ ബൈസെക്ട് ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യണം. അതായത് എന്ത്? ആംഗിൾ AOP ഈസ് ഈക്വൽ ടു ആംഗിൾ BOP. റീസൺ എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് ഓഫ് കോൺഗ്രുവന്റ് triangles. Corresponding angles of equal triangles are equal. Therefore, these 2 angles are equal. അതാണ് ബൈസെക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, പകുതിയാക്കുന്നു എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലോ. തേർഡ് പാർട്ടിലേക്ക് കടന്നാലോ. തേർഡ് പാർട്ട് ക്വസ്റ്റ്യൻ ഇതാണ്: പ്രൂവ് ദാറ്റ് ദിസ് ലൈൻ ഈസ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദ കോഡ് ജോയിനിങ് ദ പോയിന്റ്സ് ഓഫ് കോണ്ടാക്ട്.
ഈ വര ഏത് വര? PO എന്ന് പറയുന്ന വര, ദിസ് ലൈൻ ഈസ് ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദ കോഡ് ജോയിനിങ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ഈ കോഡ് ഉണ്ടല്ലോ, ഏത്? AB is a code. AB is a code joining the points A and B. A and B are point of contacts. അപ്പൊ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ജോയിൻ ചെയ്യുന്ന AB എന്ന് പറയുന്ന ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. രണ്ട് കാര്യങ്ങൾ പ്രൂവ് ചെയ്യണം. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ദിസ് PO ഈസ് പെർപെൻഡിക്കുലർ ടു AB എന്ന് വെച്ചാൽ പെർപെൻഡിക്കുലർ എന്ന് വെച്ചാൽ ഇത് 90 എന്നത് ഇവിടെ 90 എന്ന് പ്രൂവ് ചെയ്യണം. സെക്കൻഡ്, ഇറ്റ് ഈസ് ദ ബൈസെക്ടർ ഓഫ് AB എന്ന് പറഞ്ഞാൽ എന്താ? AB യെ പപ്പാതിയാക്കുന്നു എന്ന് വെച്ചാൽ ഈ ലെങ്തും ഈക്വൽ ആണ്. AB യെ M എന്ന പോയിന്റ് ബൈസെക്ട് ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യണം. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യാം. ഇതുവരെ പോയ റൂട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് പറയാം ഏതെങ്കിലും ഒരു കൺഗ്രുവൻസ് കണ്ടീഷൻ അവിടെ ഉണ്ടാവും, അല്ലെ? അപ്പൊ നമ്മളിവിടെ ഓൾറെഡി കണ്ടുവച്ചിരിക്കുന്ന കാര്യങ്ങൾ, ദീസ് ടു സൈഡ്സ് ആർ റേഡിയൽ, then this angle is equal to this angle. We already just proved that this angle AOM is equal to BOP എന്ന് നമ്മൾ പ്രൂവ് ചെയ്താണ്. കണ്ടോ? അപ്പൊ ഈ കാര്യങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയല്ലോ. ഈ സൈഡിന് ഈക്വൽ ആണ്, ഈ ആംഗിളിന് ഈക്വൽ ആണ്. ദിസ് OM ഈസ് ഈക്വൽ ടു OM, കോമൺ സൈഡ് ആണ്. സോ ദീസ് ടു ട്രയാങ്കിൾസ് ആർ കോൺഗ്രുവന്റ് ഓർ ഈക്വൽ. ഏതൊക്കെ? ഈ മുകളിൽ കാണുന്ന OAM-ഉം ഈ താഴെ കാണുന്ന OBM-ഉം ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് കിട്ടി. ഇഫ് ടു ട്രയാങ്കിൾസ് ആർ ഈക്വൽ, കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഈക്വൽ, കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പൊ നമുക്ക് അങ്ങോട്ട്, അല്ലെ? അപ്പൊ കൺസിഡർ ചെയ്യുക. കൺസിഡർ ഏതൊക്കെ? ട്രയാങ്കിൾ OMA ആൻഡ് ട്രയാങ്കിൾ OMB. ഇനി ഇതിൽ ഈക്വൽ ആയിട്ടുള്ള പാർട്സ് നമ്മുടെ പ്രൂഫിലേക്ക് വരാൻ പറ്റിയ SSS ഉണ്ട്, SAS ഉണ്ട്, RHS ഉണ്ട്, കണ്ടോ? SAA ഉണ്ട്. ഇതിൽ ഏത് കോൺഗ്രുവൻസ് കണ്ടീഷൻ അല്ലെങ്കിൽ തുല്യത വരാനുള്ള കണ്ടീഷൻസ് ഉള്ളത് ഏതാണെന്ന് വെച്ചാൽ അതിലേക്ക് നമുക്ക് കടക്കാം. അതിലേക്ക് കടക്കാനായിട്ട് നിങ്ങൾ ഇങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇത് പെർപെൻഡിക്കുലർ എന്നൊക്കെ ഇവിടെ വായിച്ച് കേട്ടിട്ട്, പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്നൊക്കെ കേട്ടിട്ട് ഉടനെ ദിസ് ആംഗിൾ ഈസ് ഈക്വൽ ടു ദിസ് ആംഗിൾ 90 ഡിഗ്രി ഒന്നും എഴുതി വെക്കരുത്. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളതാണ്. പ്രൂവ് ദാറ്റ് ദ ലൈൻ ഈസ് പെർപെൻഡിക്കുലർ എന്ന്. അപ്പൊ ആദ്യം അങ്ങനെ എഴുതി വെക്കരുതേ, ചിലർ അങ്ങനെ തെറ്റിച്ച് വെക്കാറുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം എഴുതാം. ഒന്നാമത്തെ കണ്ടീഷൻ, OA ഈസ് ഈക്വൽ ടു OB. റീസൺ എന്താണ്? റേഡിയസ് ഓഫ് ദി സെയിം സർക്കിൾ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ആംഗിൾ AOM ഈസ് ഈക്വൽ ടു ആംഗിൾ BOM. ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണ്. എന്തുകൊണ്ട്? വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ്. നമ്മളിപ്പോ പ്രൂവ് ചെയ്തതേ ഉള്ളൂ. അതുകൊണ്ട് വീണ്ടും എഴുതണ്ട, പ്രൂവ്ഡ് എന്ന് എഴുതി വെച്ചാൽ മതി. ഇവിടെ വി ഹാവ് പ്രൂവ്ഡ് ജസ്റ്റ് ബിഫോർ ദിസ്. നമ്മൾ പ്രൂവ് ചെയ്തു, അതുകൊണ്ട് ഇവിടെ പ്രൂവ്ഡ് എന്ന് എഴുതിയാലും മതി കേട്ടോ. കാരണം എന്താണെന്നറിയാലോ, ഈ രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രുവന്റ് ആയതുകൊണ്ട് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരുന്നു. നെക്സ്റ്റ്, MO ഈസ് ഈക്വൽ ടു MO. തേർഡ്, MO ഈസ് ഈക്വൽ ടു MO. എന്താണ് റീസൺ? കോമൺ ആണ്. മൂന്ന് വശങ്ങൾ, ഈ വശവും ഈ വശത്തിന് തന്നെ ഈക്വൽ ആണ്, അതുകൊണ്ട് കോമൺ ആണ്. അപ്പോ ഈ രണ്ട് ട്രയാങ്കിൾസിലും ഈ വശം ഈ വശത്തിന് ഈക്വൽ ആണ്, ഈ സൈഡ് കോമൺ ആണ്, ഈ ഇൻക്ലൂഡഡ് ആംഗിൾസ് ഈക്വൽ ആണ്. Therefore ട്രയാങ്കിൾ AMO ഈസ് കോൺഗ്രുവന്റ് ടു, അല്ലെങ്കിൽ ഈക്വൽ എന്നും പറയാം കേട്ടോ. കോൺഗ്രുവന്റ് എന്ന് ഈക്വൽ എന്ന് പറയാം. ഈക്വൽ ടു ട്രയാങ്കിൾ BMO. റീസൺ എന്ത് എഴുതും? സൈഡ് ആംഗിൾ സൈഡ്. കോൺഗ്രുവൻസ് കണ്ടീഷൻ. ഈ സൈഡ് ആംഗിൾ സൈഡ്, ടു സൈഡ്സ് ആൻഡ് ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് എ ട്രയാംഗിൾ എന്നാണ്. ഇത് കോൺഗ്രുവൻസ് കണ്ടീഷൻ എന്ന് എഴുതാം. SAS congruence condition വെച്ച് triangles are congruent. Therefore, if two triangles are congruent or equal, then corresponding sides are equal. So AM is equal to BM. ഈ ട്രയാംഗിളിന്റെ വശമാണ് AM, ഈ ട്രയാംഗിളിന്റെ വശമാണ് BM. Therefore, AM is equal to BM. റീസൺ എന്താണ്? കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കൺഗ്രുവന്റ് ട്രയാംഗിൾസ്. കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കൺഗ്രുവന്റ് ട്രയാംഗിൾസ്. സോ AM is equal to BM. ഒന്നാമത്തെ കാര്യം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു കാര്യമായല്ലോ, പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ എന്ത് പ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞ്, ബൈസെക്ടർ എന്ന് വെച്ചാൽ ഇത് AM ഉം BM ഉം ഈക്വൽ എന്ന് പ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് പ്രൂവ് ചെയ്തു കേട്ടോ. അടുത്ത പെർപെൻഡിക്കുലർ ബൈസെക്ടർ കഴിഞ്ഞു, അടുത്ത പെർപെൻഡിക്കുലറിലേക്ക് പോകും. പെർപെൻഡിക്കുലർ എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇത് 90 എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ആംഗിൾ AMO is equal to angle BMO അല്ലേ? ഇത് 90 എന്നല്ല പറഞ്ഞു കേട്ടോ, ഇത് ഈക്വൽ അല്ലേ? ഇതും ഈക്വൽ അല്ലേ? കാരണം എന്താണ്? these two triangles are equal. These two triangles are equal, therefore corresponding angles are equal. So ഇവിടെ റീസൺ എന്താണ്? corresponding angles of congruent triangles are equal. So this angle is equal to this angle. പക്ഷേ
നമുക്ക് പ്രൂവ് ചെയ്യേണ്ട 90 ഡിഗ്രി എന്ന് പെർപെൻഡിക്കുലർ എന്ന്. ഇത് ആംഗിൾസ് ഈക്വൽ ആണ്. കൂടാതെ ആംഗിൾ AMO ഈസ് ഈക്വൽ ടു ആംഗിൾ പ്ലസ് BMO ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി അല്ലേ? റീസൺ എന്താ? ലീനിയർ പെയർ, രേഖീയ ജോഡി വെച്ച് ഈ ആംഗിളും ഈ ആംഗിളും കൂടെ കൂട്ടിയാൽ 180 കിട്ടില്ലേ? ഒരു വരയിലെ രണ്ട് ആംഗിൾസ് ആണെന്നുള്ളതാണ്. ഈ രണ്ടും കൂടെ പ്ലസ് ചെയ്താൽ 180 കിട്ടും. സോ ലീനിയർ പെയർ ആയതുകൊണ്ട് രണ്ടും കൂടെ പ്ലസ് ചെയ്താൽ 180. രണ്ടും കൂടെ പ്ലസ് ചെയ്താൽ 180, രണ്ടും ഈക്വലുമാണ് എങ്കിൽ എത്ര വിധമായിരിക്കും? ആംഗിൾ AMO ഈസ് ഈക്വൽ ടു ആംഗിൾ BMO ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. കണ്ടോ? രണ്ടും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി, രണ്ടും ഈക്വലുമാണ് എങ്കിൽ എത്ര വീതം? 90 വീതം. Therefore എന്ത് പറയാം? ഇത് PO ഈസ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് AB. Therefore PO is perpendicular bisector of AB. PO is perpendicular bisector of AB. മനസ്സിലായല്ലോ? പ്രിയ കുട്ടികളെ, അടുത്ത ഒരു പ്രൂഫിലേക്ക് കടക്കാം. ഇത് നമ്മൾ പ്രൂഫായിട്ട് മാത്രം പഠിച്ചു വെച്ചാൽ പോരാ. നമുക്ക് എന്തായാലും SSLC പരീക്ഷ എഴുതുന്ന അവസരത്തിൽ ഇത് എവിടെയെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും, ഉറപ്പ്. ആ രീതിയിൽ വേണം നമ്മൾ ഇത് മനസ്സിലാക്കി പഠിക്കാനായിട്ട് കേട്ടോ. ചോദ്യം എന്താണ്? പ്രൂവ് ദാറ്റ് ഇൻ എ സർക്കിൾ the angle between a chord and a tangent at either end is half the central angle of the chord. മനസ്സിലായോ? നോക്കാം. In a circle, the angle between the chord and a tangent at either end എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ ഒരു കോഡ് വരച്ചിരിക്കുകയാണ്. ഈ AB എന്ന് പറയുന്ന ഒരു കോഡ് വരച്ചിരിക്കുകയാണ്. AB എന്ന് പറയുന്ന either end എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരറ്റം B, ആ അറ്റത്ത് കൂടിയുള്ള എന്ത്? ടാൻജന്റ്. മനസ്സിലായല്ലോ? അത് തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ ഇത് പിടിക്കുക. ഇപ്പോ ആംഗിൾ ബിറ്റ്വീൻ എ കോഡ് ആൻഡ് ടാൻജന്റ് അറ്റ് എയ്തർ എൻഡ്. ഏത് ആംഗിൾ ആണെന്ന് മനസ്സിലായല്ലോ? ഈ ആംഗിൾ. നമുക്ക് എക്സ് എന്ന് പേര് കൊടുക്കാം. എക്സിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഈസ് ഹാഫ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദി കോഡ്. ഈ കോഡിന്റെ സെൻട്രൽ ആംഗിൾ ഏതാ? സെൻട്രൽ ആംഗിൾ ഈ സെന്ററിലേക്ക് ജോയിൻ ചെയ്ത് വരയ്ക്കുന്നതാണ് ഈ കോഡിന്റെ സെൻട്രൽ ആംഗിൾ. നമുക്കറിയാം ഡിഗ്രി മെഷർ ഓഫ് ആൻ ആർക്ക് ഈസ് ദ മെഷർ ഓഫ് ഇറ്റ്സ് സെൻട്രൽ ആംഗിൾ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ആർക്കിന്റെ മെഷർ എത്ര എന്ന് ചോദിച്ചാൽ ആർക്കിന്റെ എൻഡ് പോയിന്റ്സ് സെന്ററിലേക്ക് ജോയിൻ ചെയ്താൽ കിട്ടുന്ന ഈ ആംഗിളിന്റെ മെഷറാണ് ഈ ആർക്കിന്റെ മെഷർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ കോഡിന്റെ സെൻട്രൽ ആംഗിൾ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തു. ഇത് ഈ സെൻട്രൽ ആംഗിൾ അതിന്റെ തീർന്നില്ല, ഹാഫ് ആയിരിക്കും. ഹാഫ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ കോഡ് എന്നാണ്. കോഡിന്റെ സെൻട്രൽ ആംഗിൾ ഇതാണ്, അതിന്റെ ഹാഫ് ആയിരിക്കും, ഇതിന്റെ പകുതി ആയിരിക്കും. ഇതിന്റെ പകുതി അല്ലെങ്കിൽ ഹാഫ് എന്ന് പറയുന്നത് എവിടെ വരും? നമുക്കറിയാം ആംഗിൾ ഇൻ ആൻ ആർക്ക് ഈസ് ഹാഫ് ദ മെഷർ ഓഫ് സെൻട്രൽ ആംഗിൾ ഓഫ് ഇറ്റ്സ് ഓപ്പോസിറ്റ് ആർക്ക്. അപ്പൊ ഇതിന്റെ പകുതി എന്ന് പറയുന്ന സാധനം വരുന്നത് ഇതിന്റെ പുറകില, ഇവിടെ കണ്ടോ, ഇവിടെയാ വരും, ഇങ്ങനെ വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ഫിഗർ, ഈ ഫിഗർ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ഈ എക്സ് എന്ന് പറയുന്നത് ഇവിടെ വരുമെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഇതും 30 ഡിഗ്രി ആയിരിക്കും. ഒരു ഐഡിയ കിട്ടിയല്ലോ. അത് നമുക്ക് പ്രൂവ് ചെയ്യണം. നമ്മൾ പ്രോബ്ലം ചെയ്യാൻ നേരത്ത് ഇത് 30 ആണെങ്കിൽ നേരെ അവിടെ കൊണ്ട് എഴുതാം 30 കേട്ടോ. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോയി. എങ്ങനെയാ പ്രൂവ് ചെയ്യാൻ നോക്കാം. ഇത് എക്സ്, ദെൻ OBP എന്ന് പറയുന്ന ആംഗിൾ 90 ഡിഗ്രി അല്ലേ? എന്തുകൊണ്ടാണ്? PQ ഈസ് എ ടാൻജന്റ്. PQ ഈസ് എ ടാൻജന്റ്. Therefore angle OBP is equal to 90 degree. ശരിയല്ലേ? ഈ ആംഗിൾ 90 ഡിഗ്രി അല്ലേ? ഇനി given angle ABP is equal to x, ABP x ആണ് എങ്കിൽ ആംഗിൾ OBA എത്ര? ആംഗിൾ OBA എത്ര? OBA 90 മൈനസ് എക്സ് ആണ് അല്ലേ? ഇത് എക്സ് ആണ്, ഇത് 90 ആണ് എങ്കിൽ ദി ആംഗിള് 90 മൈനസ് എക്സ് ആണ്. അത് 90 മൈനസ് എക്സ് ആണെങ്കിൽ ഇത് എത്ര? യെസ്, 90 മൈനസ് എക്സ്. കാരണം ഐസോസെലസ് ട്രയാംഗിൾ ആണ്. ബേസ് ആംഗിൾസ് ഓഫ് ആൻ ഐസോസെലസ് ട്രയാംഗിൾ ആർ ഈക്വൽ. Therefore ആംഗിൾ OAB യും എന്ത് തന്നെ? 90 മൈനസ് എക്സ് തന്നെ. കണ്ടോ, റേഡിയസുകൾ വന്നിരിക്കുന്നതുകൊണ്ട് ഐസോസെലസ് ട്രയാംഗിൾ ആയി. അപ്പൊ അതിന്റെ ബേസ് ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പൊ 90 മൈനസ് എക്സ്, ഇതും 90 മൈനസ് എക്സ്. എങ്കിൽ ആംഗിൾ BOA, നമ്മുടെ ആംഗിൾ ഏത് ആംഗിൾ? സെൻട്രൽ ആംഗിൾ ഓഫ് കോഡ് AB. ഏത് ആംഗിൾ BOA അല്ലെങ്കിൽ AOB ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും?
Sum of angles of this triangle is 180 degree. Two angles are 90 minus x, 90 minus x. So the remaining angle is 180 minus, ശരിയല്ലേ, 180 minus 90 minus x plus 90 minus x. 180 minus 90 180 minus xും xും 2x is equal to 180 minus 180 minus ബ്രാക്കറ്റിനകത്ത് കൊണ്ടുപോയാണേ പ്ലസ് 2x ആയി. 180 ക്യാൻസൽ ആയി കണ്ടോ, മൈനസ് 180 ആയി. മൈനസ് മൈനസ് പ്ലസ് ആവുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താ ഈസ് ഈക്വൽ ടു 2x എന്ന് കിട്ടി. എന്ത് 2x? സെൻട്രൽ ആംഗിൾ 2x എന്ന് കിട്ടി. കണ്ടോ, അപ്പോ അതിന്റെ ഹാഫ് ആണെന്ന് പ്രൂവ് ചെയ്യാണ് ചോദ്യം അല്ലെ. ഇതിന്റെ ഏതിന്റെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ദ സെൻട്രൽ ആംഗിൾ എന്ന് പ്രൂവ് ചെയ്യാനാ ചോദ്യം. ഇത് എക്സ് ആണെങ്കിൽ ഇത് 2x എന്ന് പ്രൂവ് ചെയ്തു. പ്രൂവ് ചെയ്തില്ലേ? എന്തെളുപ്പമായിട്ട് പ്രൂവ് ചെയ്തു. ഇത് എക്സ് ആണെങ്കിൽ ഇത് 2x എന്ന് പ്രൂവ് ചെയ്തു. ഇനി നമ്മുടെ പ്രോബ്ലത്തിൽ ആവശ്യം വരുന്ന കാര്യം ബി, ഇതിന് സി എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ ആംഗിൾ ബി സി എയും, ഇപ്പൊ ഈ പ്രൂഫിൽ പെട്ടതല്ല കേട്ടോ, നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് എഴുതാം. അല്ലെങ്കിൽ ഇങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടതെങ്കിൽ ആംഗിൾ ബി സി എ ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ്, ഇതിന്റെ ഹാഫ് അല്ലേ, ഹാഫ് ഓഫ് 2x വിച്ച് ഈസ് ഈക്വൽ ടു എക്സ്. അപ്പൊ ഇത് എക്സ് ആയി. കണ്ടോ, അങ്ങനെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ അതും കൂടെ ആ സ്റ്റെപ്പും കൂടെ കയറ്റി ചെയ്യണം. ഇനി നമ്മുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ട സമയങ്ങളിൽ ഒരു കോഡും ഒരു ടാൻജന്റും തന്നിട്ട് പറയാണ് ഇഫ് ദിസ് ആംഗിൾ ഈസ് 80 ഡിഗ്രി ദെൻ ഫൈൻഡ് മറ്റെന്തെങ്കിലും, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ സി എന്ന് പറഞ്ഞാൽ നേരെ അങ്ങോട്ട് എഴുതാട്ടോ. ഇത് 80 ആണെങ്കിൽ ഇത് 80 നേരെ എഴുതാം. ഈ പ്രൂഫ് ഒന്നും അവിടെ ആവശ്യമില്ല. നമുക്ക് ഇവിടെ 80 ആണെങ്കിൽ അവിടെ 80 എന്ന് എഴുതാം. മനസ്സിലായല്ലോ? അപ്പോ ഈ ഫിഗറിന്റെ പ്രത്യേകത എന്താന്ന് ഞാനിപ്പോ ഒന്ന് കാണിച്ചു തരാം. ഫിഗർ നോക്കിയേ, എന്തൊക്കെയുണ്ട്? A circle, BC is a chord, PQ is a tangent through the point C. Then if this angle is x, then which angle is x? In triangle ABC, which angle is x? ഇതാണ് x. കണ്ടോ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മള് ഈ കോഡിന്റെ സെൻട്രൽ ആംഗിൾ ഇതായിരുന്നു അല്ലെ, ഈ കോഡിന്റെ ബി സി എന്ന കോഡിന്റെ സെൻട്രൽ ആംഗിൾ ഇതായിരുന്നു. അതിന്റെ പകുതിയായിരിക്കും ഇത് എന്ന് നമ്മളിപ്പോ പ്രൂവ് ചെയ്തു. ഇത് 2x ആണെങ്കിൽ ഇത് x ആയിരിക്കും എന്നാണ് നമ്മളിപ്പോ പ്രൂവ് ചെയ്തത്. ഈ കോഡിന്റെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ്. അപ്പോ പ്രോബ്ലം ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇതെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കാനുള്ള നേരം കിട്ടിയില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ടാൻജന്റ് ഏത് കോഡുമായിട്ടാണോ ആംഗിൾ ഉണ്ടാക്കുന്നത് ആ കോഡിന്റെ രണ്ടറ്റത്തും നമ്മളൊന്ന് പിടിക്കാം. എന്നിട്ട് ഈ രണ്ട് പോയിന്റുകളും കൂടെ ഏത് ലൈനിലേക്കാണ്, ഏത് പോയിന്റിലേക്കാണ് ചേരുന്നതെന്ന് നോക്കുക. കണ്ടോ, ഇങ്ങോട്ട്. അപ്പോൾ ഇതായിരിക്കും എക്സ് ആയിരിക്കും. ഇങ്ങനെയാണെന്ന് മനസ്സിലായാലോ? ഈ കോഡ് എടുത്ത് ആ കോഡിന്റെ എൻ പോയിന്റ്സ് പിടിക്കുക. എൻ പോയിന്റ്സ് ഇത് രണ്ടും കൂടി എവിടെ പോയി ചേരുന്നു നോക്കിയാൽ മതി. ആ ആംഗിള് ഇതിന് ഈക്വൽ ആയിരിക്കും. കണ്ടോ, ഇത് രണ്ടും കൂടി ഇങ്ങോട്ട് കയറും. ഇനി ഈ ആംഗിൾ തന്നിരിക്കുകയാണ്, ഈ ആംഗിൾ വൈ എന്ന് തന്നിരിക്കുകയാണ്. ഈ ആംഗിൾ വൈ ആണെങ്കിൽ വിച്ച് ആംഗിൾ ഇൻ ദിസ് ട്രയാംഗിൾ ഈസ് വൈ? എങ്ങനെ കാണും? ഈ ആംഗിള് ഏത് കോഡുമായിട്ടാണ്? എ സി എന്ന കോഡുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് വൈ. വൈ എന്ന് പറയുന്നത് എ സി എന്ന കോഡുമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോ എയിലും സിയിലും കൈ പിടിച്ചിട്ട് എയിലും സിയിലും വിരൽ പിടിച്ചൊന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുക. എവിടെ പോയി മീറ്റ് ചെയ്യുന്നു നോക്കുക. അപ്പൊ ഇതെന്തായിരിക്കും? സെയിം വൈ ആയിരിക്കും. കണ്ടോ, ഇത് എക്സ് ഇത് വൈ എങ്കിൽ ഇത് എത്രയെന്ന് ചോദിച്ചാലോ, ഇതെത്ര? ഇത് 30 ആണെങ്കിൽ ഇതും 30 എന്ന് പറയും. ഇത് 60 ആണെങ്കിൽ ഇതും 60 എന്ന് പറയും. കണ്ടോ, ഇതെത്ര? 180 മൈനസ് 30 പ്ലസ് 60. അങ്ങനെ നമുക്ക് മൂന്നാമത്തെ തേർഡ് ആംഗിൾ കണ്ടുപിടിക്കാം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി ഇത് കൂടാതെ വേറെ വരകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നാൽ ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങോട്ട് വരച്ചിരിക്കുന്നു, ഇങ്ങോട്ടൊരു എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്തിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഫിഗർ. ഈ ഫിഗർ കണ്ടിട്ട് നിങ്ങൾ പേടിച്ചു ഓടരുത് കേട്ടോ. അപ്പോൾ ഈ ഫിഗറിനനുസരിച്ച് ഈ എക്സ് എന്ന് പറയുന്ന ഈ കോഡ് ആയിട്ടുണ്ടാക്കുന്ന ആംഗിൾ ആയതുകൊണ്ട് ഈ രണ്ട് എൻ പോയിന്റിലും പിടിച്ച് എവിടെ അവസാനിക്കുന്നു നോക്കുക. ഒന്നത് ഇവിടെ അവസാനിച്ചു. ഇനി ഉണ്ടോ? ഉണ്ട്. എവിടെ? സിയും ബിയും തുടങ്ങി എവിടെ പോയി അവസാനിക്കുന്നു നോക്കുക. കണ്ടോ, ഇങ്ങനെ പോകുന്നുണ്ടോ? അപ്പോൾ ഇവിടെയും എന്തായിരിക്കും? എക്സ് തന്നെയായിരിക്കും. ബി സി എന്ന കോഡ് ടാൻജന്റുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ എക്സ് ആണെങ്കിൽ ബിയിലും സിയിലും തൊട്ടിട്ട് ഇത് എവിടെ പോയി മീറ്റ് ചെയ്യുന്നു നോക്കിയാൽ അത് ഈ ആംഗിളിന് തുല്യമായിരിക്കും. കണ്ടോ, ഇവിടെ നോക്കുക, എയും സിയും ഇങ്ങനെ പോയി ഇവിടെ മീറ്റ് ചെയ്തപ്പോ വൈ കിട്ടി. ഇനി ഉണ്ടോ? ഉണ്ട്. എയും സിയും പിടിച്ച്
എങ്ങോട്ട് മീറ്റ് ചെയ്യണേ, എവിടെയെങ്കിലും കൂട്ടി മുട്ടണം, അല്ലാതെ ആകാശത്തേക്ക് പോകരുത്. അത് മീറ്റ് ചെയ്യണേ, ഇത് എങ്ങനെ എവിടെ പോയി മീറ്റ് ചെയ്യുന്നു എന്ന് പറയുക. അത് ഈ ആംഗിളിന് ഈക്വൽ ആയിരിക്കും. കണ്ടോ, x+y. ഇങ്ങനെ ആംഗിൾസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പ്രോബ്ലംസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലാസ്സുകൾ കണ്ടതിന് താങ്ക് യു.